ലേണേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDFs ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. മെറ്റ ഷട്ട് ഡൗൺ ചെയ്ത തെറ്റായ ഓൺലൈൻ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണം ക്രൗഡ് ടാങ്കിൾ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ കൽപ്പസുവർണ, കൽപ്പശതാബ്ദി. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ കൽപ്പസുവർണ, കൽപ്പശതാബ്ദി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. കൊക്കോ ഇനങ്ങൾ VTL-CH1, VTL-CH2. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനങ്ങൾ IISR കേരളശ്രീ. ജാതി ഇനത്തിൽപ്പെട്ടതാണ് IISR കേരളശ്രീ. അടുത്തത് ഏലം ഇനങ്ങളാണ് പറയാൻ പോകുന്നത്. IISR കാവേരി, IISR മനുശ്രീ. കാവേരിയും മനുശ്രീയും ഏലം ഇനങ്ങളാണ്. RF-290 പെരുംജീരകം, RF-290 പെരുംജീരകം. ഗുജറാത്ത് അജ്വൈൻ 3 അയമോദകം, ഗുജറാത്ത് അജ്വൈൻ 3 അയമോദകം. IISR അമൃത് മാങ്ങ ഇഞ്ചി, IISR അമൃത് മാങ്ങ ഇഞ്ചി. IISR അമൃത് ഒരു മാങ്ങ ഇഞ്ചി ഇനമാണ്. UEFA സൂപ്പർ കപ്പ് 2024 ജേതാക്കളായത് റയൽ മാഡ്രിഡ്. UEFA സൂപ്പർ കപ്പ് 2024 ജേതാക്കളായത് റയൽ മാഡ്രിഡ്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം നിരോഷൻ ഡിക്വല്ല. പാരീസ് പാരാലിമ്പിക്സ് 2024 പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾ 84 ഇന്ത്യൻ താരങ്ങളാണ് പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024. മികച്ച നടൻ കാർത്തിക് ആര്യൻ, മികച്ച നടി പാർവതി തിരുവോത്ത്. മികച്ച സിനിമ 12th ഫെയിൽ. മികച്ച സംവിധാനം കബീർ ഖാൻ, ചന്തു ചാമ്പ്യൻ. കബീർ ഖാൻ, നിതിലൻ സ്വാമിനാഥൻ മഹാരാജ. രണ്ട് പേർക്കാണ് മികച്ച സംവിധാനത്തിൻ്റെ പേരിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കബീർ ഖാൻ ചന്തു ചാമ്പ്യനും നിതിൻ സ്വാമിനാഥൻ മഹാരാജ എന്ന തമിഴ് മൂവിക്കും വേണ്ടിയാണ് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച നടി സീരീസ് ആണ് നിമിഷ സജയൻ. മികച്ച ചിത്രം ക്രിട്ടിക്സ് ചോയ്സ് ലാപത്ത ലേഡീസ്. മികച്ച നടൻ ക്രിട്ടിക്സ് ചോയ്സ് വിക്രാന്ത് മാസേ. വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പഠന പിന്തുണയും ലക്ഷ്യമിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയാണ് സ്പെക്ക്. വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പിന്തുണയും ലക്ഷ്യമിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയാണ് സ്പെക്ക്. 2024 ഓഗസ്റ്റ് ഡെൻമാർക്ക് സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ INS തബർ. നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാനൊരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ക്രൊയേഷ്യ. നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാനൊരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ക്രൊയേഷ്യ. 2024 വനിതാ അണ്ടർ-19 T20 വേൾഡ് കപ്പിൻ്റെ വേദി മലേഷ്യ. 2024 വനിതാ അണ്ടർ-19 T20 വേൾഡ് കപ്പിൻ്റെ വേദി മലേഷ്യ. സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായത് അൽ ഹിലാൽ. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രി. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രി. 2024 വക്ലേവ് ഹാവൽ സെൻറ്ററിൻ്റെ ഡിസ്റ്റർബിംഗ് പീസ് അവാർഡ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ്. യുവാക്കൾക്കിടയിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിനാർ പുസ്തകോത്സവം ആരംഭിച്ചത് ശ്രീനഗർ.
ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ടെസ്റ്റ് മത്സരത്തിൻ്റെ വേദി മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം. പാരീസ് പാരാലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിലെ ഇന്ത്യൻ പതാകവാഹകർ സുമിത് ആൻഡിൽ ഭാഗ്യശ്രീ ജാദവ്. പാരീസ് പാരാലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിലെ ഇന്ത്യൻ പതാകവാഹകർ സുമിത് ആൻഡിൽ ഭാഗ്യശ്രീ ജാദവ്. സെൻസർഷിപ്പ് ഉത്തരവുകളെ തുടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് പ്രവർത്തനം അവസാനിപ്പിച്ച രാജ്യം ബ്രസീൽ. സെൻസർഷിപ്പ് ഉത്തരവുകളെ തുടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് പ്രവർത്തനം അവസാനിപ്പിച്ച രാജ്യം ബ്രസീൽ. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഹരിണി അമരസൂര്യ. ഇമ്പോർട്ടൻ്റ് ആണ്. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഹരിണി അമരസൂര്യ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കലൈഞ്ജർ കലാപുരസ്കാരം 2023 അർഹരായത് പി. സുശീല എം. മേത്ത. കർണാടകത്തിൻ്റെ ആദ്യത്തെ വാതക അധിഷ്ഠിത വൈദ്യുത നിലയം. ഇമ്പോർട്ടൻ്റ് ആണ്. യലഹങ്ക കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. കർണാടകത്തിലെ ആദ്യ വാതക അധിഷ്ഠിത വൈദ്യുത നിലയം യലഹങ്ക കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ 297 പുരാവസ്തുക്കൾ തിരികെ നൽകാൻ അടുത്തിടെ തീരുമാനിച്ച രാജ്യം USA. ഒരു മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത് ജയ്സാൽമീർ. ഒരു മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത് ജയ്സാൽമീർ. കേരളത്തിലെ രണ്ടാമത്തെ ഗുരുദ്വാര നിലവിൽ വരുന്നത് ഖരമന. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ് സ്ലിപ്പ് കെ സ്ലോപ്പ് ഇൻസ്റ്റബിലിറ്റി പ്രെഡിക്റ്റർ കേരള. കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതയാകുന്നത് ശാരദാ മുരളീധരൻ. കേരളത്തിൻ്റെ 49ാമത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിതയാകുന്നത് ശാരദാ മുരളീധരൻ. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി നശാമുക്ത് ഭാരത് അഭിയാൻ. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി നശാമുക്ത് ഭാരത് അഭിയാൻ. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് ജൻ പോഷൻ കേന്ദ്രം. ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് ജൻ പോഷൻ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം നിലവിൽ വരുന്നത് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. ഏഷ്യയിലെ ആദ്യത്തെ എംപോക്സ് ക്ലേഡ് 1B കേസ് റിപ്പോർട്ട് ചെയ്തത് തായ്ലൻഡ്. ഏഷ്യയിലെ ആദ്യ എംപോക്സ് ക്ലേഡ് 1B കേസ് റിപ്പോർട്ട് ചെയ്തത് തായ്ലൻഡ്. അമേരിക്കയിലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിയൻ. അമേരിക്കയിലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ. ഇതൊരു ഹനുമാൻ പ്രതിമയാണ്. 90 അടി ഉയരമാണ് ഈ ഹനുമാൻ പ്രതിമയ്ക്കുള്ളത്. മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ. സ്ത്രീകൾക്കായി സുഭദ്ര പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഒക്ടോബർ 1 മുതൽ വിസാരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം ശ്രീലങ്ക. ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഒക്ടോബർ 1 മുതൽ വിസാരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം ശ്രീലങ്ക. ആന്ധ്രപരിവേഷണത്തിൽ ശേഖരിച്ച മണ്ണിൽ നിന്നും വലിയ തോതിൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച രാജ്യം ചൈന.
ചാന്ദ്ര പരിവേഷണത്തിൽ ശേഖരിച്ച മണ്ണിൽ നിന്നും വലിയ തോതിൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച രാജ്യം ചൈന. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത്. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലയിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം രാജ്യത്തെ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, നൂതന ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി വിജ്ഞാൻധാര. രാജ്യത്തെ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, നൂതന ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി വിജ്ഞാൻധാര. പുതുതായി 5 ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്ര ഭരണ പ്രദേശം ലഡാക്ക്. സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചങ്താങ്. പുതുതായി 5 ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്ര ഭരണ പ്രദേശം ലഡാക്ക്. സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചങ്താങ് എന്നിവയാണ് 5 ജില്ലകൾ. ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര പരിവേഷണം ചന്ദ്രയാൻ 3. ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര പരിവേഷണം ചന്ദ്രയാൻ 3. ഹീലിയം ചോർച്ചയെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെച്ച സ്വകാര്യ ബഹിരാകാശ ദൗത്യം പൊളാരിസ് ഡോൺ. കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാട്. ഹില്ലേമാൻ ലാബുമായി സഹകരിച്ച് ഭാരത് ബയോടെക് പുറത്തിറക്കിയ ഓറൽ കോളറ വാക്സിൻ ഹിൽകോൾ. ഹില്ലേമാൻ ലാബുമായി സഹകരിച്ച് ഭാരത് ബയോടെക് പുറത്തിറക്കിയ ഓറൽ കോളറ വാക്സിൻ ഹിൽകോൾ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് എത്തിക്കാൻ വ്യവസായ വകുപ്പ് ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടൽ കെ ഷോപ്പി. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് എത്തിക്കാൻ വ്യവസായ വകുപ്പ് ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടൽ കെ ഷോപ്പി. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീ ബോക്സ് പോർട്ടൽ. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീ ബോക്സ് പോർട്ടൽ. ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 2ാമത്തെ ആണവ അന്തർവാഹിനി INS അരി വാദ്യാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. 2024 ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഷാൻഷാൻ. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PDF ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം 9497231781.